മടിയുള്ള ദിവസമെല്ലാം പെട്ടെന്ന് റെഡിയാക്കാൻ കഴിയുന്ന ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. കുഴക്കാനോ പരത്താനോ അരി അരക്കാനോ ഒന്നും നിൽക്കണ്ട, നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രം എടുത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ഒരു പൊട്ടാറ്റോ എടുത്തിട്ട് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റും കൂടി തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു തക്കാളിയും പിന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ പൊട്ടാറ്റോ പുഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, റോ ആയിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതിന്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കട്ട് ചെയ്യണ്ട കേട്ടോ, കട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം. അരിപ്പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ റാഗിപ്പൊടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ മുട്ടയും വെജിറ്റബിളും പിന്നെ ആ അരിപ്പൊടിയൊക്കെ നല്ലോണം മിക്സ് ആയിട്ട് വരണം. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും മസാലയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഓയിലൊന്നും എടുക്കുന്നില്ല, നമ്മൾ കുറച്ച് ഗീ മാത്രം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ചൂടായിട്ട് വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവലാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് കുക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ മോൾ ഭാഗത്തെല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് വിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ ഇതൊന്ന് കമിഴ്ത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അടിഭാഗം കൂടി ജസ്റ്റ് ഒന്ന് മൊരിച്ചിട്ട് എടുക്കാനാണ്. ഇത് ഓൾറെഡി കുക്ക് ആയതാണ്, എന്നാലും അതിൻ്റെ മോൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് എല്ലാം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഒരു 2-3 പേർക്കെല്ലാം കഴിക്കാനുണ്ടാവും. ഇത് 1-2 പീസെല്ലാം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫില്ലാവും. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകാനെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.